So, dear students, welcome to SS Physics classes. So, the need to revision our 19th day with two chapters, alternating current and electromagnetic waves. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമം 2 to 3 ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചാപ്റ്ററുകളാണ് ഇന്ന് നമുക്ക് ഡിസ്കഷന് വേണ്ടി ഉള്ളത്. സോ നമ്മുടെ വളരെ അടുത്ത ദിവസങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ കോൺഫിഡൻറ്റോടെ അധ്വാനിച്ചുകൊള്ളൂ. നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളിലൂടെയാണ് മൂവ് ചെയ്യുന്നത് അത് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ള നല്ല കോൺഫിഡൻറ്റോടുകൂടി നീറ്റ് പരീക്ഷയ്ക്ക് 15 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ ഒരുമിച്ച് എഴുതുമ്പോൾ നിങ്ങളുടെ റാങ്കിന്റെ പൊസിഷൻ എവിടെയാണോ വരേണ്ടത് അതിനെ ബേസ് ചെയ്ത് അത്ര കണ്ട് വളരെ കാര്യമായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയിക്കൊള്ളൂ. നല്ല റിസൾട്ട് വെയിറ്റഡ് ആണ്, നോ ഡൗട്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ലുക്ക് 44 ക്വസ്റ്റ്യൻസ് ആണ് 33 ഇയേഴ്സിലായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ നിന്ന് വ്യക്തമാകും വി ക്യാൻ വെയിറ്റ് 1+1 സേ സംടൈംസ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ വളരെ സീരിയസോടെ അതിനെ അപ്രോച്ച് ചെയ്യുക. വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സോ അല്ലെങ്കിൽ ഓപ്റ്റിക്സോ മാതിരിയുള്ള ചോദ്യങ്ങൾ എടുക്കുന്ന രീതികളിൽ കണ്ടന്റ് വളരെ കുറവാണ്. ഒരു മിനിമം 2 to 3 കോൺസെപ്റ്റ്സ് നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ കഴിയും, നോ ഡൗട്ട് അറ്റ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, ഓൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ വേരിയിങ് കറണ്ട് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കറണ്ടിന്റെ EMFന്റെ ഒക്കെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. എന്ന് പറഞ്ഞാൽ കറണ്ടിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരുന്നു as of the form as I is equal to I0 sin omega d. അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് we have to substitute like this one, V is equal to V0 sin omega t or cos omega t എന്നുള്ള തരത്തിൽ. അതാണ് നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ബേസിക് ആയിട്ട് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും 3 വേർഡുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഒന്ന്, എന്താണ് പീക്ക് വാല്യൂ? ചില സമയങ്ങളിൽ പീക്ക് ടു പീക്ക് വാല്യൂ ചോദ്യമായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പൊ പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഏതിലെയും മാക്സിമം വാല്യൂ ആണ്, ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പോൾ ആ തരത്തിൽ കറണ്ടിന് നമ്മൾ I0 എന്ന് നമ്മൾ കൊടുക്കാം, പൊട്ടൻഷ്യലിന് നമുക്ക് V0 എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. രണ്ടാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഓർക്കണേ, പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഡബിൾ ഓഫ് ദിസ് വാല്യൂ എന്നാണ് മീനിങ്, മറക്കണ്ട. അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് മീൻ വാല്യൂ. മീൻ വാല്യൂ സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ദി ആവറേജ് വാല്യൂ. ആ ആവറേജ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചാർജ് ബേസ് ചെയ്തിട്ടാണ് അത് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഒരു സാധാരണ സൈക്കിളിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ 0 സോ ഇറ്റ് ഈസ് ആവറേജ് ഓഫ് ഹാഫ് സൈക്കിൾ. T/2 സമയം വരെയുള്ള ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ആ വാല്യൂ എന്ന് പറയുന്നത് കീപ് ഇൻ മൈൻഡ് ആസ് 2/π ടൈംസ് ഓഫ് I0. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമുക്ക് വി ഹാവ് ടു സേ ആസ് 2/π ടൈംസ് ഓഫ് ദാറ്റ് പീക്ക് വാല്യൂ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് നമ്മൾ മോർ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്ന വേർഡാണ് RMS വാല്യൂ. Sometimes it is called the virtual value and sometimes it is called the effective value. So that is nothing but equal to IRMS എന്ന് പറയുന്നത് the peak value division by √2. And keep in mind it is taken for a complete cycle. അപ്പൊ T ടൈം പീരീഡിനാണ് അത് കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റ് മറന്നു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വളരെ കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു AC സർക്യൂട്ട് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഡീൽ വിത്ത് സേ ദ റെസിസ്റ്റർ നെറ്റ്വർക്ക്, ഇൻഡക്ടർ നെറ്റ്വർക്ക് ആൻഡ് ദ കപ്പാസിറ്റർ എലിമെന്റ് ഇൻ ദ സർക്യൂട്ട്.
അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് V0 സൈൻ ഒമേഗ ടി ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ഫോർ ദ 3 കേസസ്. And keep in mind the corresponding current, that is very important one for resistor. They are in phase. നമ്മുടെ പൊട്ടൻഷ്യലും അതോടൊപ്പം റെസിസ്റ്ററും ഫേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സൈൻ ഒമേഗ ടി എന്നുള്ളത്. അപ്പൊ ഇൻഡക്ടറിൽ എന്താണ് വ്യത്യാസം വരുന്നത്? ബേസിക് ആയിട്ടുള്ള ഈ കോൺസെപ്റ്റ്സിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ LCR സർക്യൂട്ട് ആസ് എ ഹോൾ നമുക്ക് നെഗറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V0 സൈൻ ഒമേഗ ടി ആണെങ്കിൽ എന്താ കറണ്ടും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഫേസ് വരുന്നത് ഇൻ ആൻ ഇൻഡക്ടർ? കമന്റ് സേ, ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിച്ചേ. കമാൺ എവരിബഡി. പൊട്ടൻഷ്യലും കറണ്ടും ഒരു ഇൻഡക്ടർ നെറ്റ്വർക്കിൽ തന്നാൽ എന്ത് നമുക്ക് പറയാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് കറണ്ട് ലാഗ് ബിഹൈൻഡ് ദ പൊട്ടൻഷ്യൽ ബൈ π/2. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ റിലേഷനെ കുറിച്ചൊരു വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. സോ ലാഗ് ബിഹൈൻഡ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ദാറ്റ് ഒമേഗ ടി മൈനസ് π/2 എന്നൊരു ആസ്പെക്ട് മറക്കരുതേ. അതേപടി നമ്മൾ ഒരു കപ്പാസിറ്റർ ബേസ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിൽ എപ്പോഴും ഓർക്കണം, കറണ്ട് ലീഡ് ദ പൊട്ടൻഷ്യൽ ബൈ π/2. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ EMF എന്ന് പറയുന്നത് നമ്മൾ സൈൻ കമ്പോണന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ കറണ്ട് ഫോർ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താണ് ഫേസർ ഡയഗ്രാം? അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് എന്താണ്? സാധാരണ ഫേസർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ അൺഒഫീഷ്യൽ ആയിട്ട് അലിഖിതമായിട്ട് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് കറണ്ട് നമുക്ക് എക്സ് ആക്സിസിലേക്ക് കൺസിഡർ ചെയ്യാം. അതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏത് സമയത്തെ വാല്യൂ വേണമെങ്കിലും മാഗ്നിറ്റ്യൂഡ് നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷെ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പീക്ക് വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. അപ്പോ എവിടെയാണോ എടുക്കേണ്ടത്, സാധാരണ എക്സ് ആക്സിസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ നിർബന്ധം അങ്ങനെ തുടരണമെന്നില്ല. അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യനെയർക്ക് എങ്ങനെയാണോ സ്റ്റിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. പക്ഷെ ഇത് ബെറ്റർ വൺ എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് പൊട്ടൻഷ്യൽ അക്രോസ് റെസിസ്റ്റർ ആണെങ്കിൽ അവിടെ നമുക്കറിയാം കറണ്ടുമായിട്ട് ഇൻ ഫേസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരേണ്ട ഒരു കാര്യം, കറണ്ട് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലേക്ക് എടുത്താൽ നമ്മുടെ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ കപ്പാസിറ്റർ ആണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ കീപ് ഇൻ മൈൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈസ് നെഗറ്റീവ് വൈ ആക്സിസിലേക്ക് നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. ഇത് ബേസിക് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഇത് ബേസ് ചെയ്തിട്ട് നമ്മുടെ LCR സർക്യൂട്ടിലേക്ക് നമുക്ക് വരാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആസ്പെക്ട്സുകളിലേക്ക് നോക്കും. A 40 microfarad capacitor is connected to a 200 volt 50 hertz AC supply. The RMS value of current in the circuit is. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് സാധാരണ രൂപത്തില് കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു AC നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് RMS വാല്യൂ ആണ് എന്നുള്ള കാര്യത്തിൽ മറന്നു പോകരുത്. RMS ഡിവിഷൻ ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇംപിഡൻസ് ആണ് ഇൻ ദ സർക്യൂട്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ അല്ലെ. അവിടെ നമ്മുടെ ടേം എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ, അതിനെ നമ്മൾ എന്തെന്നാ വിളിച്ചേ? യെസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ് നമ്മൾ വിളിച്ചത് അല്ലെ. യെസ്, അപ്പൊ ആ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ ഒന്ന് ഓർക്കണേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ωc ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ എഴുതാം. ദാറ്റ് VRMS ഡിവിഷൻ ബൈ that Z is 1/ωc.
അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 2πf ഇൻറ്റു ദാറ്റ് കപ്പാസിറ്റൻസ്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ കറണ്ട് ആയി കഴിഞ്ഞു. കമാൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ആൻസേഴ്സ് ഒന്ന് പറഞ്ഞേ. കമാൺ എവരിബഡി. യെസ്. സോ RMS എന്ന് പറയുന്നത് മനസ്സിലേക്ക് വരണം. ഇറ്റ് ഈസ് ഗിവൻ ആസ് എസ് ഈക്വൽ ടു എക്സാക്ട്ലി ദാറ്റ് 200 ഇൻറ്റു that 2π into that frequency as 50 hertz into capacitance as 40 into 10 to the power of -6. Come on everybody, solve it please. Yes, 4 into 10 to the power of 4 into 10 to the power of -6 into 3.14, and you get the value as is equal to exactly 2.512 that much ampere. So we can take the second option as the answer. Everybody, is it okay? Good, very good, very good. Exactly. So we can go with the next question. A good question. The RMS value of potential difference V shown in the figure is root mean square value. Exactly, you're right. Very good, very good. Come on, try to do it. The RMS value of potential difference V shown in the figure is. About root mean square value എന്നാണ്. അപ്പൊ നമ്മള് ഒരു AC നെറ്റ്വർക്ക് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ RMS പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ ദാറ്റ് ഈസ് പിക്ചറിങ് പൊട്ടൻഷ്യൽ വേഴ്സസ് ടൈം ആണെങ്കിൽ അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്ന n വാല്യൂസ് എടുക്കും. അപ്പൊ പ്ലസും മൈനസും വരുന്നത് കൊണ്ടാണ് അവിടെ സ്ക്വയറിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ വാല്യൂ V1 V2 V3 ആയിട്ട് എടുത്താൽ RMS വാല്യൂ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഓർത്തിരിക്കേണ്ടത് സ്ക്വയേഴ്സ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ദാറ്റ് ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ പ്ലസ് V2 square plus etc plus Vn square division by the number of this voltages under consideration. അതിനെ വിളിക്കുന്ന പേരാണ് RMS values എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുമ്പോൾ വീണ്ടും ഒരു കാര്യം ഓർക്കണേ, ഞാനത് സ്പെസിഫൈ ചെയ്ത പോയിന്റ് ആണ്. RMS വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സാധാരണ ഒരു സൈക്കിളിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ആണ് നമുക്ക് തന്നിരിക്കുക. അപ്പൊ അതിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ലെവൽ ഓഫ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ VRMS എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു as V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ ഡിവിഷൻ ബൈ 2. So that is equal to what is the peak value here as V1 is nothing but equal to for T/2 വരെ ഒരൊറ്റ വാല്യൂ ആണ് അല്ലെ. സോ V0 സ്ക്വയർ പ്ലസ് what about the second potential? It becomes 0, that division by 2. So what is the answer for it? Exactly, you get the value as is equal to V0 division by √2. So you get the concept as the second as the choice answer. About that is the root mean square value. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫുൾ സൈക്കിളിനാണ് നമ്മുടെ RMS വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷെ ദ കേസ് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ് വിത്ത് ദാറ്റ് ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പകുതി കോൺസെപ്റ്റ് മാത്രമേ എടുക്കൂ. T/2 വരെയുള്ളതിന്റെ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഫുൾ സൈക്കിളിന് ആവറേജ് വാല്യൂ 0 ആകും. അതുകൊണ്ടാണ് ആ തരത്തിൽ കൺസിഡർ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. നമ്പർ അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ LCR സർക്യൂട്ട് വരുമ്പോൾ ഓൾറെഡി നമ്മുടെ ഫേസർ ഡയഗ്രാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇൻ ഫേസിലാണ് എന്നുള്ള തരത്തിൽ. അപ്പൊ അതാണ് നമ്മളിത് ഈ ഗ്രാഫിൽ. അപ്പൊ ഐയും അതോടൊപ്പം പൊട്ടൻഷ്യൽ അക്രോസ് ദ ആറും എക്സ് ആക്സിസിലേക്കാണ്. നമ്മള് അതിന് പകരം ഒരു ഇൻഡക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടർ ഇങ്ങനെയായിരിക്കും അല്ലെ. അതോടൊപ്പം അവിടുത്തെ കറണ്ടും എക്സ് ആക്സിസിലാണ്. അവ തമ്മിൽ 90 ഡിഗ്രി.
ഓക്കെ, ഇനി കപ്പാസിറ്റർ വരുമ്പോൾ എന്താണ് സിറ്റുവേഷൻ? കപ്പാസിറ്റർ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് സി ദ പൊട്ടൻഷ്യൽ അക്രോസ് സി ഇറ്റ് ഈസ് എ ഡൗൺവേർഡ്. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ കറണ്ടുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ലാഗ് ബിഹൈൻഡ് ആണ്, ഒരുമിച്ച് നമ്മൾ എടുക്കും. ഇനി പല കേസസ് നമുക്ക് പോസിബിൾ ആണ്. അതിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് സപ്പോസ് ദാറ്റ് പൊട്ടൻഷ്യൽ അക്രോസ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റൻസ്. ഇത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെക്ടർ കൺസെപ്റ്റ് പ്രകാരം പൊട്ടൻഷ്യൽ അക്രോസ് എല്ലും പൊട്ടൻഷ്യൽ അക്രോസ് സിയും ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ റിസൾട്ടന്റ് എടുത്തു വലുത് മൈനസ് ചെറുത് വിത്ത് വലുതിന്റെ ഡയറക്ഷൻ. സോ ഇതുവരെയുള്ള നെറ്റ് വാല്യൂ ആണ് വി എൽ മൈനസ് വി സി. അപ്പൊ ആ എൽ സി ആർ സർക്യൂട്ടില് ഇൻഡക്ടറും കപ്പാസിറ്ററും ദാ ഇവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓൾറെഡി കറണ്ട് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ഉണ്ട് താനും. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്ററും ഇത് രണ്ടിന്റെയും റിസൾട്ടന്റ് നമ്മൾ എടുത്തു. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പൊ ഓർക്കുക, വി എൽ മൈനസ് വി സി അലോങ് ദ വൈ ആക്സിസ്, വി ആർ അലോങ് ദ എക്സ് ആക്സിസ്. സോ ദ റിസൾട്ടന്റ് ഈസ് ഗിവൺ ബൈ ഹിയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സാക്ട്ലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ടു ബി ദാറ്റ് ഈസ് സിംപ്ലി വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ഒരു സീരീസ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്ന എലിമെന്റ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ വി ഈക്വൽ ടു നമുക്ക് ഐ ഇൻറ്റു ഇംപിഡൻസ് ആയിട്ട് നമുക്ക് എഴുതാം. ഈ വി ആർ, ഈ വി എൽ മൈനസ് വി സി അവിടെ എല്ലാം കറണ്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഓർമ്മയിരിക്കട്ടെ, വി ക്യാൻ റൈറ്റ് ടു ബി ദാറ്റ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. സോ അവിടെ വരുന്ന നെറ്റ് ഇംപിഡൻസിന്റെ ഫോർമുല മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ്. ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ അങ്ങനെ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോൾ സാധാരണ രൂപത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കേസസ്, ഒന്ന് അതിന്റെ ഫേസ് ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ടാൻ ഫൈ എന്ന് പറയുന്നത്. ടാൻ ഫൈ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ഓപ്പോസിറ്റ് സൈഡ് ഡിവിഷൻ ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരുന്നത് വി എൽ മൈനസ് വി സി ഡിവിഷൻ ബൈ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റൻസ് ആണ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോ അതില് രണ്ടിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കറണ്ട് എന്ന എലിമെന്റ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് we can write it to be I into XL minus XZ, that division by I into R. ഇത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഫേസുമായിട്ട് ഡീല് ചെയ്യുന്ന ഒരു ടേം ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്ന cos phi. ഇത് പലപ്പോഴും അതേപടി ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. cos phi വരുമ്പോൾ പൊട്ടൻഷ്യൽ അക്രോസ് R ഡിവിഷൻ ബൈ ഹൈപ്പോട്ടന്യൂസ് ടോട്ടൽ വാല്യൂ ആണ് എന്ന് പറഞ്ഞാല് വി ക്യാൻ റൈറ്റ് ടു ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അക്രോസ് ആർ ബൈ പൊട്ടൻഷ്യൽ ദ നെറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ഐ ആർ ഡിവിഷൻ ബൈ ഐ ഇൻറ്റു ഇസെഡ് എന്ന് പറഞ്ഞാൽ കോസ് ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ ബൈ ഇസെഡ് ആയിട്ട് മാറും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പറയാൻ പറ്റുന്നത് പ്രിഡോമിനന്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആയിട്ട് മാറുന്നു എന്നർത്ഥം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി രണ്ടാമത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കോൺസെപ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ, സപ്പോസ് അവിടുത്തെ കപ്പാസിറ്റി കോൺസെപ്റ്റിനാണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ സർക്യൂട്ട് ഓർക്കുക. അപ്പൊ വി സി ആണ് കൂടുതൽ കമ്പയർഡ് ടു വി എൽ എങ്കിൽ ഈ അവിടുത്തെ നെറ്റ് വാല്യൂ വി സി ആയിട്ട് മാറുകയാണ്, വി സി മൈനസ് വി എൽ. അപ്പോ വി സി മൈനസ് വി എൽ ഇങ്ങനെ വരികയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എലോങ് ദ എക്സ് ആക്സിസ് ആണ്, എസ്പെഷ്യലി വിത്ത് ആർ. അപ്പൊ ഇവിടെ നോക്കി എഫക്റ്റീവ് ആയിട്ട് കപ്പാസിറ്ററും ഇൻഡക്ടറും നമുക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ്, റെസിസ്റ്റർ എന്ന് പറയുന്നത് എലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ അവിടുത്തെ നെറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ സെയിം കോൺസെപ്റ്റ് ആണ്, പക്ഷെ ഒറ്റ വ്യത്യാസം വി എൽ മൈനസ് വി സിക്ക് പകരം വി സി മൈനസ് വി എൽ, ബാക്കിയെല്ലാം അതേപടി.
അപ്പൊ അവിടെ കപ്പാസിറ്ററിനാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരിക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റ് വരുന്നത് നമ്മളൊരു കറണ്ട് വേഴ്സസ് ഫ്രീക്വൻസി കർവ് വരയ്ക്കുകയാണ്. അതുള്ളിൽ വരുന്ന ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ കറണ്ട് it becomes maximum. We can sense in another concept as that power delivered become maximum from the AC circuit, and that is what is called the resonant concept. അവിടെ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം, കറണ്ട് മാക്സിമം എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നാൽ we know the current is nothing but equal to the RMS value division by impedance. അപ്പൊ കറണ്ട് മാക്സിമത്തിലേക്ക് വരണമെങ്കിൽ ഇസെറ്റ് മിനിമം ആകണം, നെറ്റ് ഇംപിഡൻസ് മിനിമം ആകണം. നെറ്റ് ഇംപിഡൻസ് മിനിമം ആകണമെന്നുണ്ടെങ്കിൽ കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് XL എന്ന് പറയുന്നത് should equal to XC. The potential across the inductance should equal to the potential across the capacitance. So അവിടെ കറണ്ട് ബിക്കം മാക്സിമം എന്ന് പറഞ്ഞാൽ ആ XL മൈനസ് XC 0 ആയി മാറുന്നതിലൂടെ ആ ഇംപിഡൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ട് റെസിസ്റ്റർ ഓൺലി നെറ്റ്വർക്ക് ആയിട്ട് മാറുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ദാറ്റ് ഷാർപ്പ്നെസ് വളരെ കുറവായിരിക്കും ആ കർവിന്റെ. ആ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ആ പീക്ക് ഗുഡ് ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. സോ ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും പ്രാധാന്യമുള്ള കേസസ് വി ഹാവ് ടു ലേൺ. ഫേസർ ഡയഗ്രാം അത് ബേസ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസിന്റെ വരവ് എന്ന് പറയുന്നത്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മളെ വെയിറ്റ് ചെയ്യുക. നോക്കേ, ദ തേർഡ് വൺ. എ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് of 30 ohm and an inductive reactance at 20 ohm at 50 hertz frequency. In an AC source of 200 volt 100 hertz is connected across the coil. The current in this coil will be. ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. Resonance always takes place in LC circuit. Will take place in LR and RC circuit. ഈ റെസൊണൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഇൻഡക്റ്റീവിന്റെ എഫക്റ്റ് കപ്പാസിറ്ററുമായിട്ട് ക്യാൻസൽ ആയി എന്നാണ് മീനിങ്. അപ്പൊ പിന്നെ LR CRന്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല, പ്യുവർ റെസിസ്റ്റർ ആയിട്ട് മാറുകഴിഞ്ഞു. റെസൊണൻസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടറും പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്ററും ഓപ്പോസിറ്റ് കൺസെപ്റ്റ് വരുന്നതോടുകൂടി അതിൽ അവിടത്തെ എഫക്റ്റ് ഇല്ല പിന്നെ. അപ്പൊ വെറും ഒരു റെസിസ്റ്റർ ഉള്ള ഒരു സർക്യൂട്ട് ആയിട്ട് അത് മാറിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിനകത്ത് ഒരു LRന്റെയോ അല്ലെങ്കിൽ CRന്റെയോ പ്രസൻസ് ഇല്ല, പ്യുവർ റെസിസ്റ്റർ നെറ്റ്വർക്ക് ആയിട്ട് അത് മാറിക്കഴിഞ്ഞു. നോക്കൂ, ഇവിടെ പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, a coil has a resistance that R that is equal to 30 ohm and an inductive reactance. So XL is equal to 20 ohm at 50 hertz. If an AC source, the source of the keep in mind as a 200 volt and its a frequency, it's given as 100 hertz, is connected across the coil. The current in the coil, that is we need to find it. So appo nammada manasiലേക്ക് വരേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത് especially that is equal to potential that is division by that impedance. അപ്പൊ ഇവിടെ ഒരു ഇൻഡക്ടറും അതോടൊപ്പം നമ്മുടെ റെസിസ്റ്ററുമാണുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ഇംപിഡൻസിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? സോ ഇംപിഡൻസിനകത്ത് വരുന്ന ടേമുകൾ ആറും എക്സലുമാണ്. അപ്പൊ നമ്മുടെ ഫേസർ ഡയഗ്രാം മനസ്സിലേക്ക് പെട്ടെന്ന് വരണം. പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റർ ഇത് ഇങ്ങനെയാണ്. ഇവിടെ കപ്പാസിറ്റർ ഇല്ലാത്തൊരു സർക്യൂട്ടാണ്.
അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് അലോങ് ദ y ആക്സിസ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പൊട്ടൻഷ്യലിന്റെ റെസിസ്റ്റൻസ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വി എന്ന് പറയുന്നത് നമ്മുടെ പാരലോഗ്രാം നിയമപ്രകാരം VR² പ്ലസ് VL² എന്നാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇംപിഡൻസ് എക്സ്ട്രാക്ട് ചെയ്താൽ that Z is equal to root of R² plus XL² ആയിരിക്കും. ഇവിടെ നമുക്ക് ആറും എക്സലും ഒക്കെ കൃത്യതയോടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? That is equal to 200 division by, that is what is R²? So that is equal to 30² plus XL². So that is equal to 20². So that is very important one. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് ഒന്ന് വരാൻ ശ്രമിച്ചേ. So that is equal to 200 division by, that is 900 plus that is 400. So that is equal to 200 division by, so 1300. So that is equal to that it becomes 10. So 20 division by, yes, 20 division by, that is root 13. So you get the answer as exactly that C choice. So that is very important. Is it clear? നിങ്ങളെ ക്ലിയർ ആണോ? ഇപ്പൊ കാൽക്കുലേഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. So exactly you get the third choice as the answer. അപ്പൊ അത് വളരെ കൃത്യതയോടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. Good, very good, very good. So we can move with the next one, number 4. Okay, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. An inductor of 20 millihenry and capacitor of 100 microfarad and a resistor of 50 ohm are connected in series across a source of EMF V is equal to 10 sin 314t. അപ്പൊ അവിടെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 10 ആയിട്ടും ഒമേഗ എന്ന് പറയുന്നത് 314 ആയിട്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പവർ ലോസ് ഇൻ ദ സർക്യൂട്ട്? അപ്പൊ ഒരു LCR സർക്യൂട്ടിലെ പവർ കൺസപ്ഷൻ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് IRMS, the potential RMS value into the cos phi. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ. അതിനെ RMS വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം RMS ഡിവിഷൻ ബൈ ദാറ്റ് ഇംപിഡൻസ് ഇൻറ്റു RMS ഇൻറ്റു എന്താണ് കോസ് ഫൈ. കോസ് ഫൈനെ പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടാവും നമ്മുടെ ഫേസർ ഡയഗ്രാമിനുള്ളിലെ. That is nothing but equal to R by Z. മറന്നു പോകരുതേ, R by Z. അപ്പോ ഈ ഒരു ടേമും ഇതും നമ്മൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ we can write it to be RMS by Z the whole square into that R. നമ്മൾ സിമ്പിൾ ആയിട്ട് അറിയാം I² R ആണ് അല്ലെ നമ്മുടെ സാധാരണ രൂപത്തിലുള്ള ഒരു സർക്യൂട്ടിൽ. അത് തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്, നമുക്ക് RMS വാല്യൂ ഓഫ് EMF എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പീക്ക് വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ സ്വാഭാവികപരമായിട്ടും പീക്ക് വാല്യൂ അറിയാമെങ്കിൽ RMS എന്ന് പറയുന്നത് V0 ഡിവിഷൻ ബൈ √2 ആണെന്ന് അറിയാം കംഫർട്ടായി. ഇനി ആറിന്റെ വാല്യൂ നമുക്ക് എക്സാക്ട് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ohm. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇംപിഡൻസ് ആണ്. ഒരു LCR സർക്യൂട്ട് വരുമ്പോൾ സ്വാഭാവികപരമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഇംപിഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദാറ്റ് √R² പ്ലസ് ദാറ്റ് XL ഡിഫറൻസ് XC. ഞാൻ ആ ഡിഫറൻസ് എടുത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻഡക്ടർ ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ കപ്പാസിറ്റർ ആയിരിക്കും കൂടുതൽ. അതിനനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് how to calculate the value of that XC എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്കറിയാം it is simply omega 1/ωc. So that is equal to omega നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? That is 314 into what is the value for C. So that is equal to 100 micro. That is 10 to the power of -6.
അപ്പൊ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എക്സ് യുടെ വാല്യൂ എന്ന് പറയുന്നത് 31.85 ഓം ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ് എൽ ആണ്. എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഒമേഗ എൽ. സോ ഒമേഗ എന്ന് പറയുന്നത് 314 ആണ്. ഇൻഡക്ടർ എന്ന് പറയുന്നത് 20 മില്ലിയാണ്. സോ യു ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 6.28 ഓം ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എക്സ് സി ആണ് കൂടുതലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർ എന്ന് പറയുന്നത് എന്തായിട്ട് കണ്ടുപിടിക്കാം? ഈ ആർ എം എസ് ഡിവിഷൻ ബൈ ഇസഡ് ദാറ്റ് മച്ച് സ്ക്വയർ ഇൻടു ആർ. അപ്പൊ അവിടെ ആർ എം എസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ V0 ബൈ √2. V0 എന്ന് പറയുന്നത് നമുക്ക് 10 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുക. ദ ഡിവിഷൻ ബൈ √2 ഇൻറ്റു ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് അല്ലെ ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഈസ് 50 സ്ക്വയർ പ്ലസ് എക്സ് സി ആണ് ഗ്രേറ്റർ അല്ലെ. സോ വാട്ട് ഈസ് എ വാല്യൂ ഫോർ എക്സ് സി? എക്സ് സി ഈസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് 31.85 minus 6.28, that much square. Yes, exactly. Very good, very good, very good. Yes, that much square into the value for that resistance, that is 50. ഈ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കണേ കേട്ടോ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ഇക്വേഷനും അതിലേക്കുള്ള വരവുമാണ്. സോ എപ്പോഴും ഓർക്കുക, ഒരു LCR നെറ്റ്വർക്ക് വരുമ്പോൾ അതിനുള്ളിൽ ഫേസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സാധാരണ നമ്മൾ പവർ എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ അത് RMS വാല്യൂസ് ആണ്. അതോടൊപ്പം കോസ് ഫൈ എന്ന് പറയുന്ന ഒരു ഫേസിന്റെ ടേം കൂടെ വരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you get the value as is equal to exactly 0.79 watt. Exactly the first choice as the answer. Come on, take it. കൃത്യതയോടെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചേ കുഞ്ഞുങ്ങളെ. വളരെ പ്രധാനപ്പെട്ട പക്ഷെ നമുക്ക് സ്കോറബിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് AC-യും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ഒക്കെ. അങ്ങനെയുള്ള ചാപ്റ്ററിൽ നമ്മൾ വളരെ വ്യക്തതയോടെയുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അവസാന നിമിഷങ്ങളിൽ ഏറ്റവും നല്ല സ്കോറിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. സോ ഡിയർ വൺ, എൻ്റെ പേര് സാംസൺ SS എന്നാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് എൻട്രൻസ് കോച്ചിങ് രംഗത്ത് 11th 12th അതോടൊപ്പം റിപ്പീറ്റേഴ്സ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പ്രൗഡ് ടു സേ വിത്ത് ഗോഡ് ഗ്രേസ് കേരള മെഡിക്കൽ എൻട്രൻസിലെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അതോടൊപ്പം തന്നെ നീറ്റിൽ 10th റാങ്ക് വരെ കിട്ടിയ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു പരിചയമുണ്ട്. സോ ഈ ഒരു പാൻഡമിക്കിലെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. സോ ഡിയർ വൺ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ടു. നമ്മുടെ എൻട്രൻസിനും അതോടൊപ്പം തന്നെ ബോർഡ് പരീക്ഷയ്ക്കും ഗുണകരമാകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു ചാനലിൽ നിന്ന് ലഭ്യമാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പ്ലീസ് ഷെയർ ദിസ് വൺ, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഞങ്ങൾക്ക് നൽകുന്ന ഒരു വലിയൊരു എനർജി ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് ക്ലാസ് 11th ക്ലാസ് 12th കുട്ടികൾക്ക് വേണ്ടി ബോർഡ് പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻസ് ഈ എൻ്റെ ക്ലാസ് വഴി നടക്കുന്നുണ്ട്. എൻ്റെ സ്ഥാപനത്തിന്റെ പേര് SS ഫിസിക്സ് ക്ലാസ്സസ് എന്നാണ്. അതിൽ 11th 12th കുട്ടികൾക്കുള്ള ബോർഡ് പരീക്ഷയ്ക്കുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ട്യൂഷൻ കൊടുക്കുന്നുണ്ട് ഫിസിക്സിന്. അതോടൊപ്പം തന്നെ നമ്മുടെ എൻട്രൻസിന് വേണ്ട സപ്പോർട്ട്, ആപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ എക്സാംസ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ കുഞ്ഞനുജന്മാരോ അനുജത്തിമാരോ ഒക്കെ കോച്ചിങ് ഒക്കെ നീഡഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതോടൊപ്പം തന്നെ ഈ വരുന്ന സെപ്റ്റംബർ 2nd വീക്ക് കഴിയുമ്പോൾ നമ്മുടെ CBSE സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് മിഡ് ടേം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ അനുജന്മാരാരെങ്കിലും അനുജത്തിമാരോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നോക്കൂ, number 5. A coil of inductive reactance 31 ohm has a resistance of 8 ohm. It is placed in series with a condenser of capacitive reactance 25 ohm. അപ്പോൾ
ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 31-ഉം റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് 8 ഓമും ആൻഡ് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 25 ഓമുമാണ്. The combination is connected to a potential of 110 volt. The power factor, that is a very important one. Come on, everybody. So what is the value? Power factor എന്ന് പറയുമ്പോഴേ നമ്മൾ തുടക്കത്തിൽ തന്നെ അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. സോ എപ്പോഴും ഓർക്കുക, ദ പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos 5 ആണ്. cos 5 എന്ന് പറഞ്ഞാൽ എന്താണ്? R/Z ആണ്. അപ്പൊ ഇവിടെ ഒരു LCR നെറ്റ്വർക്ക് വരുമ്പോഴേ ഇവിടെ നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റൻസിനേക്കാൾ കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇസഡിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സാക്ട്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു R² പ്ലസ്, ഓർക്കുക, XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. So that is equal to R is what here? 8 division by that 8 square plus XL minus XC, 31 minus 25. So that is nothing but equal to 6 square. So that is equal to 8 division by root of 64 plus 36. That is equal to 8 division by, as a root 100, it is 10. So 8 by 10 as a 0.8. Exactly, you're right. Very good, very good. So you get the answer as is equal to, yes, the second choice as the answer. Very good, very good. Good. Promising ആയിട്ടുള്ള നമ്മുടെ ഫേസർ ഡയഗ്രാമിന്റെ റെസൊണൻസിന്റെ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വരാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത് 2020. നോക്കിയേ, a series LCR circuit is connected to an AC voltage source. When L is removed from the circuit, the phase difference between the current and voltage is pi by 3. If instead capacitor is removed from the circuit, the phase difference is again pi by 3 between the current and voltage. The power factor of the circuit is, so that is the concept there. അപ്പൊ ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു R/Z. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് there. അപ്പൊ ഇസഡിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ്. ഇനി ഇവിടെ ആദ്യത്തെ കോൺസെപ്റ്റിൽ നമ്മൾ പറയേണ്ടത്, ആദ്യം LCR സർക്യൂട്ടിൽ നിന്ന് നമ്മുടെ ഇൻഡക്ടറിനെ ഒഴിവാക്കണം. ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, നോക്കൂ, പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റർ ആണ്, ഇത് പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റർ ആണ്, ഇൻഡക്ടർ ഇല്ല. അങ്ങനെ വരുമ്പോൾ അവിടത്തെ ഫേസർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിലുള്ള നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നോക്കൂ, സപ്പോസ് ഇതാണ് നമ്മുടെ കറണ്ടുമായിട്ട് അവിടുത്തെ ഫേസ് ഡിഫറൻസ് എങ്കിൽ നമ്മൾ ടാനോ അല്ലെങ്കിൽ കോസോ ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് tan phi എടുത്തെന്ന് വിചാരിക്കും. ആ tan phi എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വൺ, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ അക്രോസ് കപ്പാസിറ്റൻസ് ബൈ പൊട്ടൻഷ്യൽ അക്രോസ് R എന്ന് പറഞ്ഞാൽ XC by R ആയിട്ട് നമുക്ക് പറയാം. അതാണ് നമുക്ക് ഇവിടെ 60 ആയിട്ട് തന്നിരിക്കുക. എന്ന് പറയുമ്പോൾ tan 60 എന്ന് പറയുന്നത് √3 ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയാം. രണ്ടാമത്തെ കേസ് പറയുന്നത്, ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു നോക്കുകയും, രണ്ടാമത്തെ കേസ് പറയുന്നത് കപ്പാസിറ്റർ റിമൂവ് ചെയ്യാൻ. അപ്പൊ അവിടെ ആരാ ഉള്ളത്? അപ്പോ ഇൻഡക്ടറും റെസിസ്റ്റൻസുമാണ് നമ്മുടെ കൺസെപ്റ്റ്. എങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടർ അങ്ങനെയല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ റെസിസ്റ്റൻസ് ഈ പൊട്ടൻഷ്യൽ ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ അവയുടെ റിസൾട്ടന്റിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ സ്വാഭാവികപരമായിട്ടും വരുന്ന ദ റിസൾട്ടന്റ് കേസ് എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും വരിക. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ദ റിസൾട്ടന്റ് വി ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫേസ് ഡിഫറൻസ് ഇതാണ് വരുന്നത്, 5' ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ tan 5' കുറിച്ച് ഒന്ന് സംസാരിച്ചേ.
So that is equal to opposite potential. അല്ലെ, അവിടെ വരുന്നത് VL ആണ് അല്ലെ. VL by VR ആയിട്ട് മാറിയില്ലേ എന്ന് പറയുന്നത് നമുക്ക് XL by R ആയിട്ട് എടുത്തൂടെ എന്ന് തന്നിരിക്കുന്നതും π/3 അല്ലേ, 60 അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോൺസെപ്റ്റും ഈക്വൽ എന്നല്ലേ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? XC/R എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു XL by R. That means XL should equal to XC എന്നല്ലേ. ഇതെന്ന് പറയുന്നത് ഏത് കേസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്? യെസ്, ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ റെസൊണൻസ് സംഭവിക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടുത്തെ ഇംപിഡൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. So that is equal to R square plus XL minus XC the whole square. XL equal to XC, so Z take the value as is equal to R. That means our power factor take the value R division by Z. Z become R. That means it becomes 1. That means our second option. എപ്പോഴും ഓർക്കുക, ഇലക്ട്രിക്കൽ റെസൊണൻസ് ആണ് കേസ് എങ്കിൽ XLന്റെ വാല്യൂ XCക്ക് ഈക്വൽ ആയിട്ട് മാറുന്നത് വഴി പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഇതിന്റെ ചില കോൺസെപ്റ്റ്സുകൾ നമുക്ക് മറ്റു പല ക്വസ്റ്റ്യനുകളിലും നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റും. അത് നന്നായിട്ട് ചിന്തിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും ഇലക്ട്രിക്കൽ റെസൊണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതില് ദ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് അത് തീരുമാനിക്കുന്ന കോൺസെപ്റ്റ്. സാധാരണ നമ്മുടെ കറണ്ട് വേഴ്സസ് നമ്മുടെ ഒമേഗ ഫ്രീക്വൻസി എടുക്കുന്ന സമയത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത് റെസൊണന്റ് ഫ്രീക്വൻസി ആണെങ്കിൽ ഈ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പം അവിടത്തെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ സ്വാഭാവികപരമായിട്ടും ആ പീക്ക് കുറഞ്ഞു പോകുന്നു എന്നൊരവസ്ഥ. റെസൊണൻസ് സംഭവിക്കുന്ന കാര്യം അറിയാം, അവനൊരു പക്ക റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ്, മോർ പീക്ക് സംഭവിക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് the quality factor. That is very important. The sharpness of resonance. അത് സാധാരണ പലതരത്തിൽ നമ്മൾ പറയാറുണ്ട്. അതില് സോ ഇതാണ് I0 എങ്കിൽ പീക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താല് അതിന്റെ 70.2% അല്ലെങ്കിൽ 0.707 ടൈംസ് ഓഫ് I0 അല്ലെങ്കിൽ I0/√2 എടുക്കുക. ഇതാണെന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്വാഭാവികപരമായിട്ടും രണ്ട് ഫ്രീക്വൻസീസ് അവിടെ വരും, ω1 ആൻഡ് ω2. അപ്പൊ അതിനെ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ω1 എന്ന് പറയുന്നത് ω6 നിന്ന് ഒരു ചെറിയ വ്യത്യാസമുള്ളതാണ്. ആ ω2 എന്ന് പറയുന്നത് ω6 നിന്ന് ഡെൽറ്റ ω കൂടുതലുമാണ്. And keep in mind, the quality factor is defined to be the resonant frequency division by the bandwidth. The bandwidth is nothing but equal to that ω2 minus ω1. You get the value as ω/r division by 2 into delta ω. So that is said to be the quality factor. ഇതിനെ നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് the potential across the inductor or the capacitor division by the potential drop across the resistor. That is the important. പല രൂപത്തിൽ പല ഭാവത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് ജസ്റ്റ് പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടർ ബൈ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം that is ω/L division by R. So that is the concept and you get the answer as the fourth option as the answer. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. വെരി ഗുഡ് എവരിബഡി. പക്ഷെ അതിന്റെ മറ്റൊരു ഫോർമാറ്റ് കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. ഈ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ XL എന്ന് പറയുന്നത് XC ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ω/L എന്ന് പറയുന്നത് 1πωc ആയിട്ട് മാറുമ്പോൾ we can say ω² എന്ന് പറയുന്നത് 1/LC ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ that resonant frequency എന്ന് പറയുന്നത് 1/√LCI. That is a very important concept. അങ്ങനെയാണെങ്കിൽ we can substitute for that one. So that is equal to
ഒമേഗയ്ക്ക് പകരമായിട്ട് you can substitute for that 1 by root LC into that L division by R. ഈ R അത് റിമൈൻ ചെയ്തിട്ട് എല്ലിനെ ഈ റൂട്ടിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുത്താൽ L square division by LC into 1 by R. So ഒരൽ cancel ആയി. You get a very good equation. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് യൂസ് ചെയ്യേണ്ടതാണ്. The quality factor take the value as is equal to 1 by R into root L by C. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പോൾ ഓർക്കണേ, നമ്മുടെ LCR സർക്യൂട്ടിൽ റെസൊണൻസ്, ഇലക്ട്രിക്കൽ റെസൊണൻസ് സംഭവിക്കുമ്പോൾ അവൻ വെറും ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിട്ട് മാറുകയാണ്. ഓർക്കണേ, നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസിക്കാൾ കുറഞ്ഞു വരുന്നിടത്ത് ഇൻഡക്റ്റീവിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതല്ലെങ്കിൽ അത് കപ്പാസിറ്റീവ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യവും ഓർക്കുക. ഇനി നമ്മൾ അടുത്ത പറഞ്ഞ പോയിന്റ് ഓർക്കണേ, ക്വാളിറ്റി ഫാക്ടർ, അതിന്റെ ഷാർപ്പ്നെസ്, അത് കൂടുന്നത് എപ്പോഴും റെസിസ്റ്റൻസ് ഇൻ ദ നെറ്റ്വർക്ക് കുറയുമ്പോഴാണ്. അപ്പോഴാണ് പീക്ക് കൂടുതലായിട്ട് കിട്ടുക. സോ അവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ്, സാധാരണ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റെസൊണന്റ് ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി ബൈ ദ ബാൻഡ് വിഡ്ത്ത്, or we can say the potential across the inductor by the potential across the resistance. അതാണ് നമ്മുടെ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ്. ഇവിടെ ട്രാൻസ്ഫോമറുമായിട്ട്, and keep in mind the basic concept is nothing but equal to the mutual induction. സാധാരണ കേസസിൽ unless it is stated, we have to say the power in the primary should equal to the power in the secondary. That is a very important concept. And there you know that power in the concept രണ്ടിടത്തും സെയിം ആണെന്ന് പറഞ്ഞാൽ the potential across the primary into current in the primary should equal to the potential across the secondary into current in the secondary. So വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് IP division by IS എന്ന് പറയുന്നത്, we can say that potential across the secondary by primary and it should be equal to that induced EMF എന്ന് പറയുന്നത് നമ്മളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് keep in mind we can say like this one. ഇതാണ് ഏറ്റവും പ്രൈം ആയിട്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി എന്തിനാണ് ട്രാൻസ്ഫോമറിന്റെ നീഡ് എന്നൊരു ചോദ്യമുണ്ട്. അവിടെ വരുന്ന ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മൂലമറ്റം ക്യാമ്പസിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലും പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് വെക്കുക. അതോടൊപ്പം അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളുകളുടെ റെസിസ്റ്റൻസ് കാരണം പ്രസരണ നഷ്ടം വളരെ കൂടുതലാണ്, ട്രാൻസ്മിഷൻ ലോസസ്. And keep in mind, to reduce that loss, always we transmitted with a higher potential. That is a very important one. അപ്പം 66 kV 11 kV അങ്ങനെയൊക്കെ ആയിരിക്കും ട്രാൻസ്മിഷൻ നടക്കുക. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടത് വെറും 220 വോൾട്ട് ആണ്. സോ അവിടെയാണ് ട്രാൻസ്ഫോമറിന്റെ നീഡ് വരുന്ന കാര്യം. അപ്പോ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, നമ്പർ ഓഫ് ടേൺസിന്റെ വ്യത്യാസം ഓർമ്മയിരിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നു യുവർ ആൻസർ. എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. കം ഓൺ everybody. The primary of a transformer, when connected to a DC battery of 10 volt, draws a current of 1 milliampere. The number of turns of the primary and the secondary windings are 50 and 100 respectively. The voltage in the secondary and the current drawn by the circuit in the secondary are respectively. ആ ചോയ്സ് ഒക്കെ നോക്കിയിട്ട് വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കറണ്ട് 1 മില്ലി ആംപിയർ ആണ്. സോ പ്രൈമറിയുടെ കറണ്ട് എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 10 വോൾട്ട് ആണ്. എന്നിട്ട് പറയാണ് ദാറ്റ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ദാറ്റ് ഈസ് ഈക്വൽ ടു 50 and number of in the secondary that is equal to 100. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what is the voltage in the secondary and voltage in the the current in the secondary. What is your answer?
Come on, everybody. I am waiting your choice. വളരെ ശ്രദ്ധയോടെ വായിച്ച് ആൻസറിലേക്ക് വന്നു. 2013 ചോദിച്ച കർണാടക നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഗുഡ് ക്വസ്റ്റ്യൻ. എക്സാക്ട്ലി, യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, തുടക്കത്തിൽ പറഞ്ഞു ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ എപ്പോഴും ഓർക്കണേ, ഇതൊരു ബ്ലൈൻഡ് ക്വസ്റ്റ്യൻ ആണ്. വേരിയിങ് കറണ്ട് ഉള്ളെങ്കിൽ മാത്രമേ ഇൻഡ്യൂസ്മെന്റ് നടക്കൂ എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത് ഒരു DC സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേരിയിങ് കറണ്ട് അവിടെ വരില്ല. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്മെന്റ് നടക്കില്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ അക്രോസ് ദ സെക്കൻഡറി 0 ആയിരിക്കും. Therefore, no current. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ചിന്തിക്കുക, വളരെ ഇമ്പോർട്ടന്റ്. സോ ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രൂപത്തില് ഒരു സ്റ്റെപ്പ് ഡൗണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പോ ട്രാൻസ്ഫോമറോ എടുക്കുമ്പോൾ നമ്മുടെ പ്രൈമറി സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് DC സോഴ്സ് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. അതിന് പകരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു AC സോഴ്സ് ആയിരിക്കും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ D is the answer. Exactly, very good, very good. നോക്കൂ, a good question is waiting for you. The primary and secondary coil of a transformer have 50 and 1500 turns respectively. If the magnetic flux phi linked with the primary coil is given by phi equal to phi 0 plus 40, where phi is in Webers and t is in time in seconds, and phi 0 is a constant, then the output voltage across the secondary coil is. വളരെ നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് 50 ആണ്. ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുമ്പോൾ 1500 ആണ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ പ്രൈമറി എന്ന് പറയുന്നത് 50 പ്ലസ് 40 ആണെങ്കിൽ, and it is given that 50 is said to be a constant, that output voltage across the secondary VS we need to find it. അപ്പൊ നമ്മുടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇപ്പം പ്രൈമറി സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി വരുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ വാല്യൂ ആണ് NS into d∅dt ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോ ആ ഇൻഡ്യൂസ്മെന്റ് കാരണം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൈമറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവിടുത്തെ EMF ആണ് NP into d∅dt ആയിട്ട് പറയാം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിൽ വരേണ്ട കോൺസെപ്റ്റ്, ഇവിടത്തെ ഫൈ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ട കോൺസെപ്റ്റ് d∅dt അല്ലെ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിൽ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. നോക്കി, പൊട്ടൻഷ്യൽ അക്രോസ് ദ പ്രൈമറി എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ള കോൺസെപ്റ്റിൽ എടുത്താൽ d∅dt ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് d/dt ഓഫ് ദാറ്റ് 50 പ്ലസ് 40 ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത 50 കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ 4 വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ 4 ആണ് അവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിയോടെ നമുക്ക് പറയാം that potential Vp/Vs എന്ന് പറയുന്നത് NP ഡിവിഷൻ ബൈ NS ആയിട്ട് പറയാം. സോ അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി എന്ന് പറയുന്നത് Vp into NS ഡിവിഷൻ ബൈ NP. എക്സാക്ട്ലി, യു ആർ റൈറ്റ്. സോ Vp എന്ന് പറയുന്നത് 4 into NS എന്ന് പറയുന്നത് 1500 ഡിവിഷൻ ബൈ 50. So 15 as a 330 into 4. So you get the answer as a 120 volt. The first choice is the answer. Very good, very good. So that is the 9th question. നിങ്ങളെ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ.
Number 10, a good question for you. Pattern answer varne, everybody. A step-up transformer operates on a 230-volt line and supplies a load of 2 ampere. The ratio of the primary and the secondary windings is 1:25. The current in the primary is. It supplies a load of 2 ampere. So that current in the secondary that is given as 2 ampere. The ratio of the primary and the secondary windings. So that is NP by NS and it is given as is equal to 1/25. The current in the primary, we need to find it. So we can say that IP division by IS is equal to, that is equal to NS division by NP. So IP take the value as NS by NP into that much IS. So that is the aspect. So NS by NP. So NS by NP, that is equal to, it is given as 25. Reciprocal into 2. You get the answer as exactly 50 ampere. That means our second choice is the answer. Very good, very good. Exactly, you're right. Good. So, dear one, so we are waiting for day 20 tomorrow. Optics. A good chapter is waiting. Optics modern physics നമുക്ക് 5+ ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. സോ വളരെ നന്നായിട്ട് അതിൻ്റെ തിയറിയൊക്കെ പഠിച്ചതിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. 5+ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത് ഓപ്റ്റിക്സ് ആൻഡ് മോഡേൺ ഫിസിക്സ്. അതോടൊപ്പം ഒരു ചെറിയൊരു സജഷൻ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏരിയാസ്, ഇപ്പോൾ സർക്യൂട്ട് അനാലിസിസോ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ എററുമായിട്ട് ഡീൽ ചെയ്യുന്ന കോൺസെപ്റ്റോ അല്ലെങ്കിൽ റോളിംഗ് മോഷനോ അല്ലെങ്കിൽ നമ്മൾക്ക് നീറ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന നമ്മുടെ കണക്റ്റഡ് സിസ്റ്റംസ് ആണോ അല്ലെങ്കിൽ ഓപ്റ്റിക്സിലെ ഇന്റർഫറൻസ് ആണോ, ഏത് ആണോ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ട ടോപ്പിക്സ്, ആ ടോപ്പിക്കുകൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ ഇടുകയാണെങ്കിൽ ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് വരുന്ന നമ്മുടെ ക്ലാസ്സസ് ഈ ഒരു തരത്തിൽ ചാർട്ടഡ് ആയതുകൊണ്ട് മേ ബി മൺഡേ ട്യൂസ്ഡേ കംപ്ലീറ്റഡ് ആകും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങളുടേതായ രൂപത്തിൽ നിങ്ങൾക്ക് നീഡഡ് ആയിട്ടുള്ള കാര്യം അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, സർ കീമിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അപ്പൊ അതിന്റെ റിസർവേഷൻ പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് ശ്രദ്ധിക്കുക. അപ്പൊ മൈനോറിറ്റി കൊടുത്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, മൈനോറിറ്റി വൈസ് ചെയ്യുന്ന MBBS കോളേജുകളിൽ നിങ്ങൾക്ക് വേണ്ടി സീറ്റ് റിസർവ്ഡ് ആണ്. അപ്പോൾ ആ സീറ്റിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകൾ വരില്ല. അപ്പൊ അതുകൊണ്ട് കീമുമായിട്ട് ബന്ധപ്പെട്ട് അത് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് നീഡഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദിസ് ഓപ്റ്റിക്സ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ അതിനനുസരിച്ച് വേണ്ടത് ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത EM വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. കുഞ്ഞുങ്ങളെ ഓർക്കുക, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. നിങ്ങൾ ആ ഒരു എനർജിയാണ് കുഞ്ഞുങ്ങളെ ഇതേപോലത്തെ നല്ല ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി SS ഫിസിക്സ് ക്ലാസ്സസിന് സജ്ജമാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കുറച്ചു പേര് വളരെ ഇൻട്രസ്റ്റോടെ എല്ലാ ദിവസവും ക്ലാസ് കാണുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോ പ്ലീസ് ഷെയർ ദിസ് വൺ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റഫ്ലി നമുക്ക് 34 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നവേ ഡേയ്സ് എടുത്താൽ അത് മിനിമം 2 ക്വസ്റ്റ്യൻസ് വരെ, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമം ഒരു 3-4 ഇക്വേഷൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടാനുള്ള ഒരു മിനിമം 2 ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ വളരെ വ്യക്തതയോടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്
ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പം അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, സാധാരണ കറണ്ട് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് കണ്ടക്ഷൻ കറണ്ട് എന്ന് വിളിക്കാം, ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് come into play only when there is varying electric field. Varying electric field ഉള്ളപ്പോൾ പ്രവർത്തനത്തിൽ വരുന്ന ഒരു കറണ്ട് ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. അത് എസ്പെഷ്യലി ഒരു കപ്പാസിറ്റർ നെറ്റ്വർക്കിലൂടെ വേരിയിങ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് സെറ്റപ്പ് ചെയ്യപ്പെടുന്ന വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടക്ഷൻ കറണ്ട് ഇവിടെ കൂടെ വന്നിട്ട് നമ്മുടെ ഈ പ്ലേറ്റ്, ഈ ലീഡിന്റെ എൻഡ് പോയിന്റ് ബേസ് ചെയ്തിട്ട് ക്രിച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ എൻറ്ററിങ് കറണ്ട് തന്നെ ആയിരിക്കണം അവിടുത്തെ ലീവിങ് കറണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്നുള്ള പ്രാഥമികമായ നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി അതിന്റെ ഇക്വേഷൻ മറക്കരുത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് ε0 ഇൻറ്റു d∅dt ആണ്. അത് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് അല്ല എന്നുള്ള കാര്യം മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനും അതിന് റീസൺ ആയിട്ടുള്ള മാക്സ്വെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇക്വേഷൻസും അതിന്റെ ഇന്റഗ്രൽ ഫോമും നിങ്ങൾ പഠിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിൽ ആദ്യ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. സോ ഇന്റഗ്രൽ E.ds എന്ന് പറയുന്നത് Q/ε0. അതിന്റെ ഇന്റർപ്രിട്ടേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. അടുത്തത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. ദാറ്റ് ഈസ് B/ds is equal to 0. ആൻഡ് മൂന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ദാറ്റ് ഈസ് ഈ ലൈൻ ഇന്റഗ്രൽ ഓഫ് E.dl എന്ന് പറയുന്നത് മൈനസ് d/dt ഓഫ് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് B.ds, ഫാരഡേയുടെ ലോ ഓഫ് ഇൻഡക്ഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ ദാറ്റ് ഈസ് called the modified form of Ampere's circuit law. So integral B.dl, take the value as is equal to the very important concept as mu0 times of the conduction current plus that displacement current. ഓർക്കുക, ഈ 4 ഇന്റഗ്രൽ ഫോമും അതിന്റെ മീനിങ്ങും ഒന്ന് പഠിച്ചു വെക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ നീറ്റിന് ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 7-8 പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ വളരെ ശക്തമായിട്ടുണ്ടായിരിക്കണം. അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇതാ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പ്രൊപ്പഗേഷൻ, ദ പ്രൊപ്പഗേഷൻ കൺസെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വൈബ്രേഷൻസും മാഗ്നറ്റിക് ഫീൽഡിന്റെ വൈബ്രേഷൻസും പ്രൊപ്പഗേഷനുമായിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഒരു കാരണവശാലും മറന്നു പോകരുത്. അതാണ് ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും ആ ഒരു കേസിൽ? സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. സോ ഐ ആം റെപ്രസെന്റിങ് ലൈക്ക് ദാറ്റ്. But that electric field is restricted in that y-axis, and hence we can give the direction as j cap. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും ഓർക്കണേ, ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാം B0 സൈൻ ഓഫ് that argument remains the same as that of electric field. We can write it to be B0 sin kx minus omega t into k cap. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് എനർജി ഡെൻസിറ്റി എന്നൊരു കോൺസെപ്റ്റ് ആണ്. അവിടെ ഓർക്കണേ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ രണ്ടിൽ നിന്നും കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ ഈ യുടെ വാല്യൂവും ബിയുടെ വാല്യൂവും സെയിം ആണെന്നുള്ള കാര്യം മറക്കരുത്. ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ ഓർക്കുക, ഹാഫ് ε0 E⁻ സ്ക്വയറും മാഗ്നറ്റിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാഫ് B⁻² ഡിവിഷൻ ബൈ μ0യുമാണ്. അവിടെ E⁻ എന്ന് പറയുന്നത് സാധാരണ രൂപത്തിൽ ഒരു വേരിയിങ് കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ RMS ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യാം. പക്ഷേ ചില സമയത്ത് വരുമ്പോൾ അത്
പീക്ക് വാല്യൂ ആയിട്ട് വരേണ്ടി വരും. ആ സമയത്ത് E0/√2 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മറന്നു പോകരുത്. ഇനി ഒരു 3 കേസസ് കൂടെ ഓർക്കുക. ആ 3 കേസസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുകളിൽ വരുമ്പോൾ ഞാനത് കോൺട്രിബ്യൂട്ട് ചെയ്തോളാം. ഇത് പ്രധാനപ്പെട്ട കേസസ് ആണ്. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 11 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ വരച്ചിരിക്കുന്ന ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമാൺ. യെസ്, ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ നീറ്റിന് ഉണ്ടോ? ഇല്ല, നമ്മുടെ ടോപ്പിക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഓൺലി നമുക്ക് ഇലക്ട്രോണിക്സ് വരെയുള്ള ക്വസ്റ്റ്യനുകളാണ് നമുക്ക് വേണ്ടത്. Come on, give the answer for it. An EM wave is propagating in a medium with a velocity vi. The instantaneous electric field is along the y-axis. So electric field എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജെ ക്യാപ് ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെത് എങ്ങോട്ടായിരിക്കും? അവിടെ എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഇതാ ഈ ഒരു ഫോർമുല നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് 1/μ0 ടൈംസ് ഓഫ് ദാറ്റ് E ക്രോസ് B ആയിരിക്കും. അവിടെ ഈ എസിനെ വിളിക്കുന്ന പേരാണ് പോയിന്റിംഗ് വെക്ടർ എന്നാണ് വിളിക്കുക. പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ആ എമൗണ്ട് ഓഫ് എനർജി ട്രാവലിംഗ് ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇന്റൻസിറ്റി ആണെങ്കിലും ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്കാണ് എനർജി ഫ്ലോ നടക്കുന്നത്. അത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് E ക്രോസ് B ആയിരിക്കും. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് വലത് കൈവിരലുകളെ ചുഴറ്റിയാൽ the thumb will indicate the direction of propagation. If you curl your right hand fingers from the electric field direction to the magnetic field, then the thumb will indicate the direction of propagation. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. അത് യൂസ് ചെയ്യുക. ഈ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇലക്ട്രിക് ഫീൽഡ് ടു തമ്പിന്റെ ഡയറക്ഷനിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്വേർഡ് ആണ്. So you have to curl it. So it point towards you. That means in the positive direction. Exactly, you can say the second option as the answer. ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഇരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് ഫീൽഡ് ബേസ് ചെയ്തിട്ട് നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. The electric field associated with an EM wave in a vacuum that is given as E is equal to I40 cos kz minus 6 into 10 to the power of 8, where E, Z and T are in volt per meter and seconds respectively the value of wave vector. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ we can say that E is equal to E0 sin, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ks minus omega t. Okay, the vibration displacement along the Z axis, propagation along the Z axis എന്നുള്ള തരത്തിലെടുക്കും. വേവ് വെക്ടർ എന്താണ്? അപ്പൊ k ആണ് നമ്മുടെ പ്രൊപ്പഗേഷൻ വെക്ടർ അല്ലെങ്കിൽ വേവ് വെക്ടർ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. സോ അവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുത്താം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ω/k എന്ന് പറയുന്ന വാല്യൂ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2πf ഉം നമ്മുടെ വേവ് വെക്ടർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 2π/λ ആണ്. എന്ന് പറഞ്ഞാൽ 2π ക്യാൻസൽ ആക്കിയാൽ യു ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് f λ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സ്പീഡാണ്. അപ്പൊ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ω/k ആയിട്ടുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇനി ഈ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എയർ ഓർ വാക്വം ആണെങ്കിൽ ആ സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇലക്ട്രിക് ആൻഡ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം ബൈ as 1/√μ0ε0. അതൊരു മീഡിയം എന്നൊരു ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് √με ആണ് എന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് C/V നമ്മൾ കണ്ടുപിടിച്ചാല്
it get the work concept as is equal to mu division by mu 0 into epsilon by epsilon 0. That means the refractive index എന്ന് പറയുന്നത് the relative permeability into that relative permittivity. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയി കഴിഞ്ഞു. കാരണം നമുക്ക് സ്പീഡ് അറിയാം, കെ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഒമേഗ ഇവിടെ അറിയാം. അപ്പൊ സോ കെ എന്ന് പറയുന്നത് ഒമേഗ ബൈ വി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? 6 into 10 to the power of 8 എന്നാണ്. So 6 into 10 to the power of 8 division by that velocity as a 3 into 10 to the power of 8. So you get the concept as is equal to 2 meter raised to minus 1. The first option as the answer. A good question, good concept. മറന്നു പോകരുത് ആ ഷോർട്ട് കട്ട് ഒന്ന് എഴുതി വെക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്പർ 30. എവരിബഡി ഓക്കെ? ആർ യു ലിസണിങ് മീ? എന്നെ കാണുന്നുണ്ടോ കൃത്യതയോടെ? ആ കോൺസെപ്റ്റ്സുകളെല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? സോ പ്ലീസ് ഓക്കെ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 13. In an electromagnetic wave in free space, the root mean square value of the electric field is 6 volt per meter. The peak value of the magnetic field is. എപ്പോഴും ഓർമ്മയിരിക്കേണ്ട ഒരു റിലേഷൻ ആണ് ഇ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു സി ടൈംസ് ഓഫ് വി. അത് രണ്ട് തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. നോർമലി ആർ എം എസ് ആണെങ്കിൽ ഈ തരത്തിൽ നമുക്ക് പറയാം, പീക്ക് ആണെങ്കിൽ സി ടൈംസ് ഓഫ് വി 0. അപ്പൊ പീക്ക് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇ 0 ഡിവിഷൻ ബൈ സി എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് എടുക്കാം. ഇനി ഇവിടെ ആർ എം എസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്ക് ഈ 0യെ നമുക്ക് ആർ എം എസിന്റെ രൂപത്തിലേക്ക് നമുക്കറിയാം. ഈ ആർ എം എസ് എന്ന് പറയുന്നത് ഇ 0 ഡിവിഷൻ ബൈ √2 ആണ്. അപ്പൊ ഈ 0 എന്ന് പറയുന്നത് ഈ ആർ എം എസ് ഇൻറ്റു √2 ഡിവിഷൻ ബൈ സി ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആൻസർ? എക്സാക്ട്ലി യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണാവോ നമ്മുടെ ഈ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്? ആർ എം എസ് വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് 6 ആണ് അല്ലെ. സോ 6 into √2 by the speed of light we know as 3 into 10 to the power of 8. So you get the value 2√2 into 10 to the power of minus 8. 2√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into 1.414. So that is equal to especially 2.8 into 10 to the power of minus 8. So we get the first choice as the answer. വളരെ ഗുഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ആസ് ദി ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലുക്ക് ദ നെക്സ്റ്റ് വൺ. നമ്മുടെ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, the ratio of contributions made by that electric field and the magnetic components to the intensity. ഇന്റൻസിറ്റിയുടെ കോൺട്രിബ്യൂഷൻ മക്കളെ എപ്പോഴും ഓർക്കണേ. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈൻഡ് ടു ബി യു ഇൻറ്റു സി. അപ്പോ എനർജി ഡെൻസിറ്റി ആണ് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. അതിലുള്ളിലെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോൺട്രിബ്യൂഷൻസിന്റെ റേഷ്യോ. അപ്പൊ നമുക്കറിയാം ടോട്ടൽ എനർജി ഡെൻസിറ്റിക്ക് 2 കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അല്ലെ. ആരൊക്കെയാണ്? മാഗ്നറ്റിക്കും ഇലക്ട്രിക് ഫീൽഡ്. അത് 2 ഈക്വൽ ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. എന്നാലും ചോദ്യം ചോദിച്ചല്ലേ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. യു ഇ ബൈ യു ബി. എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? അത് എക്സാക്ട്ലി നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ ആർ എം എസ് സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ദ ഡിവിഷൻ ബൈ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി ആർ എം എസ് സ്ക്വയർ ഡിവിഷൻ ബൈ മ്യൂ 0 എന്ന് നമുക്ക് പറയാം. വെരി ഗുഡ്. So half cancel ayala, that is equal to mu 0 times epsilon 0 times E RMS by B RMS square. That is very important. അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓർക്കണേ, ഈ ആർ എം എസ് എന്ന് പറയുന്നത് സി ടൈംസ് ബി ആർ എം എസ് അല്ലേ. അപ്പോ ഇ ബൈ ബി എന്ന് പറയുന്നത് നമുക്ക് സി ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അപ്പോൾ ഇൻറ്റു സി സ്ക്വയർ ആയി മാറിയില്ലേ.
but we know that C is 1 by root mu 0 epsilon 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? mu 0 epsilon 0 into C square become 1 by mu 0 epsilon 0. That means it becomes yes 1:1. എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, the energy contribution per unit volume of electric field is exactly equal with the magnetic field energy density contribution. So that is the aspect. So we get the answer as the first choice. So that is very, very important. Number 15. A good question, NCERT base ചെയ്തിട്ടുള്ള ഒരു solved aspect ആണ്. നല്ലൊരു question ആണ്. Okay. Light with an energy flux, അതിന്റെ യൂണിറ്റ് ഒന്ന് ഓർത്തിരിക്കണേ. It is nothing but equal to intensity. That is given as I take the value as 25 into 10 to the power of 4. Falls on a perfectly reflecting, it is very important, that term, perfectly reflecting surface at normal incidence. If the surface area that is given as is equal to 15 into 10 to the power of minus 4 meters square, the average force exerted on the surface we need to find it. മക്കളെ, ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേം എന്ന് പറയുന്നത് പ്രഷറാണ്. അപ്പൊ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു രണ്ട് റിലേഷൻസ് എന്ന് പറയുന്നത്, perfectly reflecting surface ആണെങ്കിൽ we can write it to be as 2 into I by C and is equal to I by C, that is equal to that is a non-reflecting surface ആണെങ്കിൽ we have to say that is equal to I by Z. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർഫസിന്റെ പ്രത്യേകതയാണ്. റിഫ്ലക്റ്റിംഗ് ആണെങ്കിൽ ഡബിൾ ഇമ്പാക്റ്റ് ആണ്, അബ്സോർബിംഗ് ആണെങ്കിൽ സിംഗിൾ ഇമ്പാക്റ്റ് ആണ്. അത് മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ബോള് അതേ ഈക്വൽ സ്പീഡിൽ റീബൗണ്ടഡ് ആണെങ്കിൽ മൊമെന്റം ട്രാൻസ്ഫർ ഡബിൾ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെ? അതിന് പകരം അത് സ്ട്രക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഉറപ്പായിട്ടും അത് സിംഗിൾ കോൺട്രിബ്യൂഷൻ ആണ്. ഇതേ ആസ്പെക്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം അടുത്ത് വരുന്നുണ്ട്, നമുക്ക് അത് അവിടെ കാണാം. ഇപ്പൊ ഇവിടെ നോക്കി, പ്രഷർ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ the force exerted എന്ന് പറയുന്നത് 2I into A, the division by C. അങ്ങനെയാണെങ്കിൽ ഒന്ന് മനോഹരമായിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചേ. That intensity is 25 into 10 to the power of 4 into that area cross section as 15 into 10 to the power of minus 4 division by that speed as 3 into 10 to the power of 8. So come on everybody. So you get the value 10 to the power of 4, 4 cancel. So come on everybody, exactly, come on. So 3, it becomes 5. So 5 into, it becomes 50. So 50 into 5, 250 into 10 to the power of minus 8. So that is equal to 2.5 into 10 to the power of minus 6. So exactly you get the answer for 15. You get the concept as is equal to second option as the answer. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഓർമ്മയിരിക്കട്ടെ, വളരെ ഗുഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വെരി ഗുഡ്, വെരി ഗുഡ്. I need your answer. A radiation energy capital E falls normally on a വീണ്ടും perfectly reflecting surface. The momentum transferred to the surface is വളരെ പ്രധാനപ്പെട്ട കേസാണ്. Come on, try to do it. എപ്പോഴും ഓർക്കേണ്ടത് സി സ്പീഡിൽ പോകുന്ന ഒരു വേവ് ആണെങ്കിൽ എം സി സ്ക്വയർ ആണ്, അല്ലെ? യെസ്. അപ്പൊ ഇതിനെ നമുക്കൊരു സി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ എന്ന് പറയുമ്പോൾ എം സി സ്ക്വയർ ബൈ സി അല്ലെ? സി സി ക്യാൻസൽ. അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ എനർജി ബൈ സി ആണ് ആൻസർ. പക്ഷെ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പൊ ഡബിൾ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ എക്സാക്ട്ലി യു ആർ റൈറ്റ്. യെസ്, എ is the answer.
So dear students, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കുഞ്ഞുങ്ങളെ. ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ. മക്കളെ, പ്രോമിസിംഗ് ആയിട്ടുള്ള മറ്റൊരു സിറ്റുവേഷൻ ആണ്. ആദ്യ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ NCERT ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കണേ, എസ്പെഷ്യലി ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഓരോ വേവ്സ്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒന്ന്, അവന്റെ വേവ് ലെന്ത് റേഞ്ച് നിങ്ങൾ ഓരോന്നിന്റെയും കാണാതെ പഠിക്കണം. രണ്ടാമത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ ഓരോ വേവും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കണം. മൂന്ന്, എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കേസ്. നാല്, അതിൻ്റെ പ്രത്യേകതയുള്ള കാര്യങ്ങൾ, ഫീച്ചേഴ്സോ അല്ലെങ്കിൽ യൂസസോ. ഇത് നമ്മുടെ ഗാമ റേസ് തുടങ്ങി നമ്മളുടെ റേഡിയോ വേവ്സ് വരെയുള്ള 7 എലിമെന്റിന്റെയും പ്രത്യേകിച്ച് അതിന്റെ ഡേറ്റാസ് നിങ്ങൾ നോക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. വേവ് ലെന്ത് എസ്പെഷ്യലി, കാരണം ഏറ്റവും ബ്രെയിൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഭാഗത്ത് നിന്നായിരിക്കും വരാൻ സാധ്യതയുള്ള കാര്യം. അപ്പം സാധാരണ രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഗാമ റേസിന്റെ, എക്സ് റേസിന്റെ, അൾട്രാ വയലറ്റിന്റെ, ഇൻഫ്രയുടെ, മൈക്രോയുടെ ഈ വേർഡുകൾ ഒരുമിച്ച് ചേർത്താൽ നമുക്കൊരു ചെറിയ വേർഡ് കിട്ടും. ഗാക്സു വിമർ, നല്ലൊരു ഷോർട്ട് കട്ടാണ്. അതില് രണ്ടാമത്തതും ലാസ്റ്റിലെന്ന് ഇപ്പുറത്തുള്ള ആ എയും ഐയും സൈലന്റ് ആണ്, ബാക്കിയുള്ള ഡേറ്റ കിട്ടും. പക്ഷെ ഇത് നല്ലൊരു ഷോർട്ട് കട്ടാണ്. ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെന്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗാമയുടെ ഫസ്റ്റ്, അവൻ ഏറ്റവും ചെറിയ വേവ് ആണ്, മോസ്റ്റ് എനർജറ്റിക് വേവ് ആണ്. പക്ഷെ റേഡിയോ എന്ന് പറയുമ്പോൾ ലോങ്സ്റ്റ് വേവ് ആണ്, എനർജി കുറഞ്ഞവനാണ്. സോ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി, ഇവനാണ് വിമിർ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്ര, മൈക്രോ ആൻഡ് റേഡിയോ. അപ്പൊ ഇവയുടെ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം, എങ്കിൽ നമുക്ക് വളരെ ഈസിയോടെ കൊടുക്കാൻ പറ്റും. ഇനി വേവ് ലെന്ത് റേഞ്ച് ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ ഗാമ റേസ് വരുമ്പോൾ ഏതാണ്ട് ലെസ് ദാൻ 10⁻³ നാനോമീറ്റർ ഉള്ള എല്ലാവരെയും ഗാമ റേസ് എന്നാണ്. എക്സ് റേസ് വരുമ്പോൾ ഏതാണ്ട് 10⁻³ നാനോമീറ്റർ തുടങ്ങി 10 നാനോമീറ്റർ വരെയുള്ളവരെയാണ്. നമ്മുടെ അൾട്രാ വയലറ്റ് വരുമ്പോൾ ഏതാണ്ട് 10 നാനോമീറ്റർ തുടങ്ങി 400 നാനോമീറ്റർ വരെയുള്ളതാണ്. നമ്മുടെ വിസിബിളിനെ പറ്റി നമുക്ക് വളരെ മനോഹരമായിട്ട് അറിയാം. നമ്മുടെ 400 നാനോമീറ്റർ തുടങ്ങി ഏതാണ്ട് 700 നാനോമീറ്റർ വരെ നിൽക്കുന്നതാണ് നമ്മളുടെ വിസിബിൾ എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് വരുമ്പോൾ മറന്നു പോകരുത്, അത് 700 നാനോമീറ്റർ തുടങ്ങി ഏതാണ്ട് 1 മില്ലിമീറ്റർ വരെയുള്ളതാണ്. നമ്മുടെ മൈക്രോവേവ്സ് എന്ന് പറയുമ്പോൾ 1 mm തുടങ്ങി ഏതാണ്ട് 0.1 മീറ്റർ വരെയുള്ളതാണ്. നമ്മളുടെ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് 0.1 മീറ്റർ തുടങ്ങി അറൗണ്ട് ഫ്യൂ കിലോമീറ്റർ വരെ നീണ്ടു നിൽക്കുന്നതാണ് നമ്മളുടെ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കണം എക്സാക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ഡേറ്റ നിന്റെ മനസ്സിൽ നല്ല എന്താ പറയാ ഫ്ലോയിൽ വരത്തക്ക തരത്തിൽ കാണാതെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ, ചില സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. My energy is said to be, say, 1.9 electron volt. എന്നാൽ ഞാൻ ആരാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയോടെ അത് പഠിച്ചിരിക്കുക. ഇനി നിങ്ങളുടെ സമയമാണ്. ഇനിയുള്ള 3 ക്വസ്റ്റ്യനുകളും നിങ്ങളിൽ നിന്ന് ആൻസേഴ്സ്, 4 questions are waiting till 20 simple questions. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം വളരെ ഗുഡായിട്ട് നല്ല ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആൻസറിലേക്ക് വന്നേ. അപ്പം നമുക്കിവിടെ 4 കേസസ് തന്നിരിക്കുകയാണ് അല്ലെ, ഗാമയും അൾട്രയും ഇൻഫ്രയും മൈക്രോവേവ്സും. ദ ഡിക്രീസിങ് ഓർഡറിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ്.
അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട പോയിന്റ് നമ്മൾ പഠിപ്പിച്ച ഗാറ്റ്സ് വിമർ ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. ഈ ഒരു ഓർഡർ എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. ഗാറ്റ്സ് വിമർ, ഇറ്റ് ഈസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. അപ്പൊ ഇവിടെ പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മളോട് ഏത് തരത്തിലാണ് അത് പറഞ്ഞിരിക്കുക? യെസ്, come on. What is the answer? Come on, everybody. But decreasing order of wavelength എന്നാണ് അല്ലെ. അപ്പൊ ആദ്യം കൂടിയ വേവ് ലെങ്ത് അല്ലേ വേണ്ടേ? അപ്പൊ ഈ ഒരു ഓർഡറിലല്ലേ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇതിൽ ആദ്യം വരുന്ന ആരാ? മൈക്രോ ആണ് അല്ലെ. പിന്നെയാണ് ആരാ? ഇൻഫ്ര. അത് കഴിഞ്ഞിട്ടാണ് ആരാ? അൾട്രാ വയലന്റ്. അത് കഴിഞ്ഞിട്ടാണ് ആരാ? ഗാമ റേസ്. സോ വാട്ട് ഈസ് ആൻസർ? എക്സാക്ട്ലി ദ ഫസ്റ്റ് ഓപ്ഷൻ ആസ് ദി ആൻസർ. സോ ഈ ഒരു മെത്തേഡ് ഓർഡർ എന്താണ്? ആ ഓർഡർ ഗാറ്റ്സുവിമർ. ഗാറ്റ്സുവിമർ അത് ഓർക്കുക, ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്. പിന്നെ ഈ ഡിക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് ചോദിക്കുമ്പോൾ ഓർക്കണേ, ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലിമെന്റ് കൂടുതലായിരിക്കണം, ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലിമെന്റ് സ്മോൾ ആയിരിക്കണം. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ തെറ്റാതെ ഉണ്ടാകണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ആൻസറിലേക്ക് വരാൻ പറ്റും. നമ്പർ 18, എ ഗുഡ് കോമ്പറ്റബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് വരുന്നത്. ശ്രദ്ധിക്കും, നോക്കും. The energy of the EM wave is of the order of 15 kilo electron volt. കണ്ടോ? Yes. To which part of the spectrum does it belong? അപ്പോഴാണ് ഒരു സംശയം. ഞാൻ നേരത്തെ പറഞ്ഞ 1.9 ഇലക്ട്രോൺ വോൾട്ട് എവിടെയുള്ളവനാണ്? ആ വേവിനെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാമോ? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഏതാണ്ട് 1.8 ഇലക്ട്രോൺ വോൾട്ട് തുടങ്ങി 2.8 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള താരങ്ങളെയാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അവന്റെ എനർജി ബാൻഡാണ് ഈ പറഞ്ഞത്. നമ്മുടെ ആ LED-യിലൊക്കെ നിങ്ങൾ ആ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിന് ഈ എനർജി റേഞ്ച് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ലൈറ്റ് പുറത്തേക്ക് വരൂ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ വേവ് ലെങ്തിലേക്ക് നമുക്ക് എത്താൻ ആദ്യം ശ്രമിക്കാം. എന്ന് പറയുമ്പോൾ നമുക്ക് HC ഡിവിഷൻ H/ν അല്ലെ, HC/λ. ഇലക്ട്രോൺ വോൾട്ട് അല്ലേ, അപ്പൊ ഈ കൊണ്ടുകൂടെ ഡിവൈഡ് ചെയ്താൽ മതി, ആൻസർ ആയി. സോ ലാംഡ എന്ന് പറയുന്നത് HC ഡിവിഷൻ ബൈ E into E. Substitute ചെയ്തേ 6.625 into 10 to the power of minus 34 into that 3 into 10 to the power of 8 division by that E 1.6 into 10 to the power of minus 19 into that E is what? It is given as 15 kilo, that is 10 cube into that yes 10 in cube. നമുക്ക് ഇലക്ട്രോണിന്റെ E അങ്ങ് നമ്മൾ എടുത്തായിരുന്നു അല്ലെ, 1.6 into 10 to the power of minus 19. അപ്പൊ പെട്ടെന്നൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 0.08 into 10 to the power of minus 9 മീറ്റർ ആണ്, അല്ലെങ്കിൽ 0.08 നാനോമീറ്റർ എന്നാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വേവ് ലെങ്ത് റേഞ്ച് അറിഞ്ഞിരിക്കണം, എന്നാലേ ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. സോ വാട്ട് ഈസ് യുവർ ചോയ്സ്? എക്സാക്ട്ലി യു ആർ റൈറ്റ്. അവർ ഫോർത്ത് ഓപ്ഷൻ അവർ എക്സ്റൈസ് ആണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ ഈ വേവ് ലെങ്ത് റേഞ്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണേ കുഞ്ഞുങ്ങളെ, എന്നാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുഞ്ഞുങ്ങളെ, നമ്പർ 19, come on everybody. The structure of solid is investigated by using. നമ്മുടെ സോളിഡിന്റെ സ്ട്രക്ചർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? സ്ട്രക്ചറിന് വേണ്ടി നമ്മുടെ സ്ട്രക്ചർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ എന്താ ഉപയോഗിക്കുന്നത്? അപ്പൊ നമ്മൾ വീഴുകയോ എന്തെങ്കിലും ചെയ്താൽ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്സ് എന്താണ്? എക്സ്റേസ് തന്നെയാണ്. സോ സ്ട്രക്ചർ ഓഫ് ദ സോളിഡ് സെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എക്സ്റേസ് തന്നെയാണ്. എക്സാക്ട്ലി യു ആർ റൈറ്റ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, എക്സ്റേസ് ആണ് ആൻസർ ആയിട്ട് വരിക. വൺ മോർ ക്വസ്റ്റ്യൻ.
A simple question. The greenhouse effect is the heating of Earth atmosphere due to. Come on, who is responsible for it? അതിന്റെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് ബയോളജിയിലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ? യെസ്, come on, give the answer for it. Exactly. Come on, I am waiting. Yes, very good. Exactly. Come on, everybody. എല്ലാവരും മെസ്സേജ് ചെയ്തേ. വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പെക്ട്രത്തിലെ 4 പോയിന്റുകൾ. 1, വേവ് ലെന്ത് റേഞ്ച്. 2, അവ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആസ് ആൻ എക്സാമ്പിൾ, ഇപ്പൊ ഗാമ റൈസ് ആണെങ്കിൽ വി ഹാവ് ടു സേ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റേഡിയോ ആക്റ്റീവ് ഡീകേ ആൻഡ് ഓൾസോ ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. മൂന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് എങ്ങനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അയോണൈസേഷൻ ചേംബർ തുടങ്ങി ഡിവൈസസ്, ഫോട്ടോഗ്രാഫിക് ഫിലിം ലൈക്ക് ദാറ്റ്. ആൻഡ് what are the features of gamma rays? We can say that is the wave used in cancer treatment. It is said to be the smallest wave among everything and is said to be the most energetic radiation. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസസ് നിങ്ങൾ ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് വേവും ബേസ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. അതിൽ നിന്ന് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ വെയിറ്റഡ് ആണ്, നോ ഡൗട്ട് at all. So tomorrow, the very, very important day for you. Optics, very important 5 questions are waiting for you. So dear one, അതിനു വേണ്ടി റേവ് ഓപ്റ്റിക്സിലെ വേവ് ഓപ്റ്റിക്സിലെ പ്രധാനപ്പെട്ട ടേമുകളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുഞ്ഞുങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. So we can wait for optics. So നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. Take care. God bless you.